മനസ്സിലായോ? അതുപോലെ മൂന്നാമത്തെ ആളുകൾ ആരാണ്? ഓക്സിജൻ അല്ലേ? ഓക്സിജൻ നമുക്ക് കാണാം. എങ്ങനെ വരും? ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ പറ്റും ഓക്സിജൻ. മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? മനുഷ്യരെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഈ കത്തുകൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ഓക്സിജൻ ഒഴിവാക്കാം. അതെന്തെങ്കിലും മാത്രമോ പറയാം. നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് മുകളിലേക്ക് ഒരു നല്ല ചാക്കോ അല്ലെങ്കിൽ നല്ല തുണിയോ എന്തെങ്കിലും ഒക്കെ വാരി കഴിഞ്ഞാൽ ആ തീ എടുക്കുന്നില്ല. അതെന്താ സംഭവിക്കും? എന്തുകൊണ്ടത്? ഇതിന് മുകളിൽ ആ തുണി അല്ലെങ്കിൽ ആ ബ്ലാങ്കറ്റ് ചെന്ന് വീഴുമ്പോൾ ഓക്സിജൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലേ? പിന്നെ തുടർന്ന് കത്താൻ സാധിക്കുമല്ലോ? ഇല്ല, അങ്ങനെ പോകും. അതുപോലെ ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? നമ്മൾ മണ്ണ് വാരി അവിടെ പോലെയുള്ള ചെറിയ ഫയറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിക്കാം. ആരാ ഉപയോഗിക്കുന്നത്? നമ്മളത് പൊട്ടിച്ച് കളയാം. റിമൂവ് ചെയ്യാം. പിന്നെ പ്രസ് ചെയ്യണ്ട. റിമൂവ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? കയ്യിലെടുക്കുന്നു, എയിം ചെയ്യുന്നു. അതായത് ആരുടെ പോലെ കാരണം നല്ല പ്രഷറിലാണ് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്കൊക്കെ ഈ പടരാൻ നമുക്ക് സാധിക്കും പെട്ടെന്ന്. അല്ലെങ്കിൽ പേപ്പർ പോലുള്ള സംഭവമാണെങ്കിൽ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ വരാൻ സാധിക്കും. അതിന് ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എയിം ചെയ്ത് കറക്റ്റായിട്ട് എന്നിട്ട് ഈയുടെ മുകളിലേക്കല്ല, ആ ഭാഗത്തേക്കല്ല, മുകളിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓക്കെ, അതിൻ്റെ ബേസിലേക്കാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? എയിം ചെയ്ത് ഇവിടേക്ക് കൂടി ഇടാം. അല്ലാതെ മുകളിൽ വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് പോകത്തേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഒരിക്കലും. ഓക്കെ, ചെയ്യാമല്ലോ. എവിടെ കണ്ടാലും ചെയ്യാം. ഭിത്തിയിൽ ഇങ്ങനെ നമുക്ക് എടുക്കത്തക്ക രീതിയിൽ ഇതേപോലെ ഇത്രയും ഹൈ, അതിൽ കൂടുതൽ ഹൈ ചിലർ വളരെ അങ്ങനെ നമുക്കത് നെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായി. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പോഷറാണ്. അതിൽ ഇതുപോലെയല്ല, ടോപ്പിൽ ഇതേപോലെ ഒരു പിന്നുണ്ടാകും. ഇങ്ങനെയല്ലേ ആ പിന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ലോക്ക് തുറക്കുന്നു, എയിം ചെയ്യും. ഇത് തുറന്നാൽ മതി. ഇതിനകത്ത് പ്രസ് ചെയ്യുന്നത് വേണ്ട. ഇത് തുറന്ന് വിടുമ്പോൾ ഇതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ BA സെറ്റ് നമ്മൾ ധരിച്ചോണ്ട് ശരിയാവും. നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഓപ്പണായിട്ടുള്ള ഏതെങ്കിലും സ്പേസിൽ നല്ലപോലെ ഉപയോഗിക്കണം. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നതാണോ? അല്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അടഞ്ഞ സ്ഥലങ്ങളിൽ, അതുപോലെ ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നും നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പോഷറുകൾ ഉപയോഗിക്കാൻ പാടില്ല. കഴിഞ്ഞു പോകുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്. ഇനി ഇത് നമ്മൾ എടുക്കുന്നു, ചെറുതായി പോയി അറിയില്ലേ? ഞാനത് ഈ കെട്ടി നമ്മൾ കിണറ്റിനകത്ത് താഴ്ന്നില്ലേ മോളോട് സംബന്ധിച്ച സ്റ്റെയർകേസ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ നിന്ന് കെട്ടിയിറക്കാൻ വന്നതാണ്. അത്ര നീളം വേണമെന്ന് മാത്രമേ ഉള്ളൂ. മോളോടെ ഇടാൻ കേട്ടോ. ഞാൻ അതെ, ഒന്ന് ഷോൾഡർ എടുക്കും കേട്ടോ. ഒന്ന് ഷോൾഡർ എടുക്കും, ഒന്ന് ഇത്രയും സംഭവം. ഇന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു, അവിടെ നേരെ ഫ്രണ്ടിൽ വെക്കുന്നു. എങ്ങും പിടിയില്ല കേട്ടോ. എടുക്കുക ഈ ആളിൻ്റെ എവിടെയും പോവോ? നമ്മളെ മോളിൽ കെട്ടി കൊണ്ടുവരുന്ന വരെ ആളെ ഇരിക്കും, ഇവിടെ ഇരിക്കും.
ഇത് ഒരു മനസ്സിലേക്ക് കിട്ടുകയാണ്. എന്നിട്ട് നമ്മൾ സേഫായിട്ട് നമ്മുടെ എടുത്തിട്ട് പുറകിലൂടെ നമ്മളിങ്ങനെ ഇവിടെ കാണാം. ഇതിനാണ് നമ്മൾ ഒരു സിക്സിൻ്റെ ഷേപ്പിലേക്ക് ചെറിയൊരു ഗ്രൂപ്പ് നമ്മളുണ്ടാകും കേട്ടോ കേട്ടോ. അത് വരുന്നു. അതിന് അടിയിലൂടെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ബോഡിയോട് മാക്സിമം ചേർക്കുക. തേക്കും. അതിനുശേഷം എന്ത് ചെയ്യാം? കണ്ടിട്ട് ഇതിലൂടെ ചുറ്റിയെടുത്ത് ഇതിനകത്തോടെ തന്നെ വന്ന വഴിയിലൂടെ ചുറ്റിയെടുത്ത് തയ്ക്കും. ഇനി ഇത് ശരീരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുക? മുഖത്ത് അയത്തില്ല. നമ്മുടെ ശരീരത്തിലോട്ട് മുഖത്ത് സാധാരണ കെട്ടിട്ട് എന്ത് ചെയ്യും? വൈപ്പിലൂടെ നമ്മൾ നേരെ അവിടെ അതിനകത്ത് നേരിടാൻ തുടങ്ങി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഇത് തയ്ക്കാത്തതില്ല. ഇത് അയഞ്ഞ് മുഖത്ത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ചാടി അടക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ പിടിച്ചു നമ്മൾ ഈ സൈഡിൽ കറക്റ്റായിട്ട് ഈ റോപ്പ് പിടിക്കും. ഈ റോപ്പ് പിടിച്ച് കഴിയും കേട്ടോ. ഈ റോപ്പ് പിടിച്ചിട്ട് അതൊക്കെ നമ്മൾ ഫുള്ള് നമ്മുടെ രണ്ട് കൈ വെച്ച് വെള്ളം കൊടുത്ത് അതൊക്കെ നമ്മൾ പൊങ്ങി ഇങ്ങനെ പൊങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഈ കയറ് അതൊക്കെ പതുക്കെ ഇങ്ങനെ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിൽ നോക്കണ്ട. നമ്മൾ ഇറങ്ങുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ച് നമ്മളോടനുസരിച്ച് നമ്മൾ താഴോട്ട് പോലും ഈ കയറ് മുകളിൽ പോകുമ്പോൾ നമുക്ക് ചെറിയ വില മാത്രം നമുക്ക് അറിയിക്കണം. ഇതേ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. ഇതിന് വേറെ മോഡൽ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ ആ മരക്കൈ ഇതാണ് മനസ്സില ഇത് മനസ്സിലാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നേരെ നടുക്ക് കേട്ടോ. എന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ രണ്ട് ഭാഗം തുണി കിടക്കുകയാണ്. അതിൽ ഓരോന്നെങ്കിൽ അകത്തേക്ക് കേട്ടോ. ഒരെണ്ണം അകത്തേക്ക് വെച്ചിട്ട് ഈ സൈഡ് വെച്ചിട്ട് വരച്ച് കൊടുക്കും കേട്ടോ. വരച്ച് കൊടുക്കും കൊടുക്കി. ഇനി അടുത്തത് ഇതിനെ ഇങ്ങോട്ട് എടുക്കുന്നു. ഈ വലിച്ചു മുറുക്കിയ സാധനം അതിലേക്ക് നമ്മൾ ഇപ്പോൾ വലിച്ചു മുറുക്കിയ റോപ്പിൻ്റെ ഇങ്ങോട്ട് കയറ്റി കൊടുക്കും കേട്ടോ. ഇനി ഇതിനെ കേട്ടോ മുറുക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പിടിച്ചതിനകത്ത് പിടിച്ചുകൊണ്ടേ ഇനി ഇറങ്ങാൻ പാടില്ല. മാറിപ്പോയുള്ള അവസ്ഥ മാറിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിലിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതിലിറങ്ങി കഴിഞ്ഞാലോ പെട്ടെന്ന് താഴെ കേട്ടോ. നേരെ മാറിപ്പോയാൽ നമ്മൾ പിന്നെ കയറണോ? അഴിക്കാമെന്ന് ഇറങ്ങണോ? കയറണോ? നല്ലൊരു പരിശീലിച്ചു കൊടുക്കുന്നു. ചെയ്തു കൊടുക്കുന്നു. ഇനി ഇവിടുത്തെ ഇതുപോലെ നമ്പറുണ്ട്. രണ്ട് തരം നമ്പറുണ്ട് അല്ലേ? നമുക്ക് 8 ബാക്സൈസ് ആണോ? അവിടെ 50 പേർക്ക് 400 പേരുണ്ട് അല്ലേ? നമുക്ക് 34 പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷനിൽ ഒരു 50 പേര് കൂട്ടിക്കോ എന്നാലും 1500 പേര്. അപ്പൊ എത്ര പേർക്ക്? അപ്രോക്സിമേറ്റ് 2000 ആളുകൾ ആണ് 20 ലക്ഷം ആളുകൾ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതാണ്. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ട്? ഒരാൾ വെള്ളത്തിൽ കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് കുഞ്ഞിക്കൊണ്ടേയിരിക്കും. അതിൽ 5 പേരോ 10 പേരോ എന്ന് അല്ലേ? ഒരു 3-4 പരിപാടി കഴിഞ്ഞാലോ വലിയ ബുദ്ധിമുട്ടാവും അല്ലേ? ഫയർഫോഴ്സിന്റെ സേവനങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണോ? വേണ്ട അല്ലേ? അങ്ങനെ അത് കുഴപ്പമാവും. കേരളത്തിലെ 128 സ്റ്റേഷനിലെ വണ്ടി വന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് സേവനം ചെയ്താലും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വിളിക്കണം, പ്രശ്നമാവുകയല്ലേ? അല്ല നെമ്പടി വേണം. ഇതിനേക്കാണ് നല്ല പ്രശ്നമാണ്. പിന്നെ ഇത് എത്താൻ എത്ര സമയം എടുക്കും? മിനിമം 1 കിലോമീറ്റർ അല്ലേ? ഇതിന്റെ എത്തുക 10 കിലോമീറ്റർ 10 കിലോമീറ്റർ അകലെ എത്തണമെങ്കിൽ 10 മിനിറ്റെങ്കിലും എടുക്കും. അപ്പം 24/7 സർവീസ് ചെയ്യുന്ന ആളുകളാണ് കേരള ഫയർ റെസ്ക്യൂ സർവീസ്. ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി ഞാൻ ഗവൺമെന്റ് സെക്രട്ടറി അന്വേഷിച്ചു. ക്ലാസ് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ
എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നത് ചോദിക്കണമെങ്കിൽ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ ഈ പരിപാടി പ്രശാസികളുടെ രാഹുലിനാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തിയത്. ഇന്ന് നമ്മൾ 3 ക്ലാസ്സുകൾ കുട്ടികളായിട്ട് നടത്തിയിരുന്നു. ആദ്യം മലയാള പരിഭാഷയെ കുറിച്ച് സാറ് ക്ലാസ് എടുത്തിരുന്നു. രണ്ടാമത് സാറ് പരിസ്ഥിതിയെ കുറിച്ചും എടുത്തിരുന്നു. മൂന്നാമത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഫയർഫോഴ്സിന്റെ സാറിനോട് കൂടി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇനിയും ഇതുപോലെ ക്ലാസ്സുകൾ പങ്കെടുക്കുക. നിങ്ങൾ ഇതുപോലെ ക്ലാസ്സുകൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. നിങ്ങൾ കുറച്ച് കുട്ടികളെ ഇവിടെ വന്നിരിക്കുന്ന സാറിന്മാരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സമൂഹത്തിന് പൊതുവായുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണതകൾ ഉണ്ടാക്കി നല്ല ഗൗരവമായിട്ട് വളരണം. ഇതുപോലുള്ള മറ്റുള്ള സംഘടനക്കാരെ നടത്തിയാൽ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നിന്ന് പരമാവധി പങ്കെടുക്കുക. ഫയർഫോഴ്സ് എന്ന് പറയുന്നത് ജീവൻ രക്ഷാ സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ സേവനങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതുപോലെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് അവർക്ക് വേണ്ട സേവനം ചെയ്യിക്കുക. ശരി, ഓക്കെ, എന്നുള്ള കാര്യങ്ങളുള്ളൂ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം ക്ലാസ് എടുത്ത ചാക്കസാർ സാറിന് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധ രേഖപ്പെടുത്തി കൊടുക്കുന്നു. രണ്ടാമത് ക്ലാസ്സിൽ നിന്ന് റഹീംസ് തറനാടാണ്. സാറ് റിട്ടയറാണ്. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. സാറിന്റെ ക്ലാസ് നിങ്ങൾ കേട്ടിരുന്ന ആ സാറിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ മൂന്നാമത്തെ ക്ലാസ് ഫയർ ആൻഡ് റെസ്ക്യൂ പാലായന സാർമാരാണ്. പാലായന സാർമാരോട് വളരെ നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു, നിങ്ങൾക്കും അറിയാൻ സാധിച്ചത് കരുതുന്നു. ഇന്നത്തെ ഈ ക്ലാസ് എടുത്തിരുന്ന സാറ് മനോജ് സാറിന് ഹോംഗാർഡ്